എന്താ ചിരി ഏ ഒരാളുടെ ചിരി എന്താ ചിരി അറിയോ? ചിരിച്ചോണ്ട് ഇച്ചനുണ്ട് ഞങ്ങള്. ഏ എങ്ങോട്ടാന്ന് അറിയില്ല, ഞങ്ങള് വെറുതെ ഒരു ഡ്രൈവിന് വന്നതാണേ. രാത്രി അല്ലേ ടീച്ചർ? ആണോ? രാത്രി 10 മണിയാണ്. രാത്രി നോക്കി അതെ, 10 മണിയായി. നല്ല 10 മണിയായി എന്നുള്ള ബാംഗ്ലൂർക്ക് താഴെ ഉള്ളൂ, അല്ലല്ല, മേലെ ഫ്ലൈ ഓവറിലില്ല. 10 മണിയായി എന്നുള്ളത് ബാംഗ്ലൂർക്ക് മനസ്സിലായില്ല. ഇല്ല, ടീച്ചറിന് മനസ്സിലായോ? എന്ത് പെണ്ണോ നിക്കണത് കഴിഞ്ഞിട്ടാ? കുറുമി പെണ്ണ ഇരിക്കെ സെറ്റ് ടീച്ചോ. അവൾക്ക് ഇങ്ങനെ എണീച്ച് നിക്കണം. ഞങ്ങളിപ്പോ HSR ലേഔട്ടിലാട്ടോ. ഇരിക്ക് തേച്ചോ. മുമ്പ് ഇരിക്കോ? ആ, താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. അന്ന് ഒച്ച മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ ഇരിക്കും. ചിക്കൻ പുട്ട്, പപ്പടം, കോഴിക്കറി, കോഴി. ഗ്രേവി മാത്രം. അതെ. ഇപ്പോഴത്തെ ഞങ്ങളുടെ മോള് പാത്രത്തിൽ തലയിടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം. ഇത് ചിക്കൻ പരട്ടും ദോശയും ഒരു ഓംലെറ്റും. ഇതാണ് കട. ബീഫുട്ടിയുടെ ഓംലെറ്റ് ഒരു തട്ടി. HSRന്റെ ഉള്ളിൽ ഉള്ളൊരു കടയാണ്. കടയല്ല, ഫുഡ് ട്രക്കാണ്. പപ്പടം ആൻഡ് കോ എന്നാണ് അതിന്റെ പേര്. അടിപൊളി. അച്ഛനെ നോക്കിയിരിക്കുന്നു ചുന്തിരി മണി. ഒരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടും വിചാരിച്ച് പോയതാ, പക്ഷെ ഒരു ക്ലോസ് ചെയ്തു. സാരില്ല, പോട്ടെ. ചേച്ചി ആ ചായ കിട്ടുമോ നോക്കാൻ പോയതാ ചായ പോയിന്റില്. ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഞാൻ മൊബൈൽ എടുത്തത്. പിസ്സ ബേക്കറിയോ? പിസ്സ ബേക്കറി ചെവി വെച്ചിരിക്കണം കണ്ടോ? ചേനെ നോക്കിയിരിക്കുകയാണ് ചന്തു. അവിടെ അല്ലടാ, ഉള്ളോട്ടാ പോയേ. ഇപ്പൊ വരൂട്ടാ. നമ്മളൊരു IT പാർക്കിലാട്ടാ. ഇതൊരു IT പാർക്കാണ്, പക്ഷെ അതിന്റെ കൂടെ ഫുഡ് കോർട്ടല്ല, കുറെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് ഇതിനുള്ളില്. നീല കാണുന്നുണ്ടോ? അത് സാപ്പ്. ഇപ്പുറത്തതേ ഹണിവെൽ. കുറെ കമ്പനീസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇക്കോ വേൾഡ് എന്നാണ് ഇതിന്റെ പേര്. ഒരു IT പാർക്കാണ്. അയ്യോ, ഞങ്ങളിവിടെ പാർക്കിങ്ങിൽ പോസ്റ്റ് അടിച്ചിരിക്കുക അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട്. ഇതിനുള്ളിൽ ഒരു ചായ് പോയിന്റ് ഉണ്ട്, എവിടെയാന്നറിയില്ല. അപ്പൊ അച്ഛൻ പോയി തപ്പാൻ പോയതാ. ഈ കുട്ടിക്ക് ക്ഷമ നശിച്ചു അല്ലേ ബേബി? കുട്ടിയുടെ അച്ഛൻ വരുന്നുണ്ട് അവിടെ, അതാ വരുന്നു അച്ഛക്കുട്ടി. ചായ വാങ്ങി വരും അച്ഛേച്ചു ആടേ. ആ ആ ആ ആ. ഞാൻ എങ്ങട് ആ ഞാൻ മറ്റേ ബോക്സിൽ വരുന്നുണ്ട് 3 ചായ. ആ ബോക്സിൽ വന്നില്ല. ബോക്സിൽ വന്നിട്ട് ഗ്ലാസ്സിൽ തന്നു. ഇതേ അച്ഛൻ ചായ പോയിന്റിന്റെ ചായയും വാങ്ങി ദേ ചായ കുടിക്കും. ഞങ്ങൾക്ക് നിർത്തിയിട്ട വണ്ടിയിൽ ഇരിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. എപ്പോഴും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഇക്കോ വേൾഡിൻ്റെ ഉള്ളിലാണ് ഡേസോട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യണത് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മെയിൻ റോഡിലൂടെ ചുറ്റി പോകണ്ടല്ലോ, നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ കൂടി പോവാന്ന്. ഓഫീസ് എന്ന് പറയുന്നത് ഒരു വില്ല പ്രോപ്പർട്ടിയാണേ. രാത്രി ആയതുകൊണ്ട് മൊത്തത്തിൽ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ചൊക്കെ കാണാം, നല്ല ഭംഗിയാണ്. ഇതിനുള്ളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ എന്ന്. അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. വെളിച്ചത്തിലുള്ള ഒരു വീഡിയോ കിട്ടിയാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എപ്പോഴെങ്കിലും പറയാം ഉണ്ണേട്ടനോട്, എപ്പോഴെങ്കിലും പറ്റിയ ഒരു വീഡിയോ സംഘടിപ്പിച്ച് തരാൻ. ഡേയ്സൂട്ടി ഒരു പ്രാവശ്യം എന്തോ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടോ പോകുമ്പോൾ ഈ വഴി പോയതാ, അല്ലാതെ ഇങ്ങോട്ടായിട്ട് ഡേയ്സൂട്ടി ഇതുവരെ വന്നിട്ടില്ല. ഇതിനുള്ളിൽ സ്പീഡ് ലിമിറ്റ് 20 ആണ് കേട്ടോ. അതുകൊണ്ട് ഡേയ്സൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ വേഗം റോഡിലേക്ക് ഇറങ്ങി. ഡേയ്ച്ചാ എടാ മതിയോ? വീട്ടിൽ പോവല്ലേ? പോവാ വീട്ടിലെ. ഡേയ്സൂട്ടിയെ മൈൻഡ് തിരിഞ്ഞു വരുന്നു. ഡേയ്സ് മതിയായോ? വീട്ടിൽ പോവാ. അച്ഛടുത്ത് പറയട്ടെ ഇനി മതി, വീട്ടിൽ പോവാന്ന്. പോ. വേണ്ട. വീട്ടിൽ പോവാ. അല്ല വേണ്ടേ? ആണോ? അതുകൊണ്ട് നല്ലിട്ട് നമുക്ക് വീട്ടിൽ പോണ്ട. എന്താ സന്തോഷം. ഹലോ കൊഞ്ചു 12 മണി ഇനിയെങ്കിലും വീട്ടിൽ പോയി ഇറങ്ങണ്ട. ഉറങ്ങണ്ടേ? 9 മണിക്ക് 9:15 ഇറങ്ങിയതാ. ഉറക്കം വരുന്നില്ലേ വാവയ്ക്ക്? ഡേയ്സൂട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? ദേഷ്യം വരട്ടെ. ഈ അമ്മക്കൊന്നും മിണ്ടാതിരിക്കാമോ? എന്ത് വീട്ടിൽ പോയേട്ടാ? പിന്നെ ഉറക്കം വരില്ലേ തനിക്ക്? എന്തിന്? അതാ അതിനെക്കാട്ടതാ ഒരുത്തി
ഞാൻ പറ വീട്ടിൽ പോണോ ഹോസ്റ്റലിൽ പോണോ? ഇത് എടാ ഡീച്ചാ ആ റോഡ് അടിച്ചു വരുന്ന വണ്ടി. ഡീച്ചോടെ ഇരിക്കേ. കുറുമ്പി പെണ്ണ്, ഇങ്ങനെ ഒരു പെൺകുട്ടി പോകണ്ട നമ്മ വീട്ടിലേക്ക്. എന്റെ കൈ തട്ടിയിട്ട്. ആ വീട്ടിലേക്ക് പോകട്ടോ. അച്ഛക്ക് ഉറക്കം വരുന്നുണ്ട്, പാവ അച്ഛല്ലേ. വന്നിട്ടല്ല അമ്മയുടെ നിർബന്ധം കൊണ്ടല്ല, വെറുതെ എന്റെ തലക്കിടന്നത്. അതല്ല, പാവ അച്ഛല്ലേ, രാവിലെ എത്ര മണിക്ക് എണീച്ചതാണ് വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഓക്കെ. ആ പിന്നെ ഞാൻ കാരണം വീട്ടിലേക്ക് പോകണമെന്ന് പറയില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ പോവാ. വേണ്ട വേണ്ട. ഇവിടെ നീ കേട്ടില്ലേ, അമ്മയാണ് പറഞ്ഞ വേണ്ട കേട്ടോ. അമ്മച്ചോ അമ്മച്ചോ പണിയാ മാറി വരുന്നേ ഉള്ളൂ. ആവട്ടെ. ആണ്, എത്ര നേരമില്ല, എത്ര മണിക്കൂറായി വണ്ടിയിൽ ഇരിക്കാൻ തുടങ്ങി? ആ ഓൾമോസ്റ്റ് 3 മണിക്കൂർ. അതൊക്കെ മതി. എന്നാ ഓക്കെ ആയിക്കോട്ടെ. നല്ലോണം നമ്മുടെ വീടെത്തി. ലേച്ചു, നീ വീട്ടിൽ പോയിട്ട് വാവാവോ ചാച്ചണം കേട്ടോ. അവിടെ ചിരിയൊക്കെ പോയല്ല. നമ്മ എന്താ ചിരിക്കാത്ത? വീടെത്തി. ഏ ഇതുപോലെ വീട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്ത കുട്ടീനെ കണ്ടിട്ടോ നിങ്ങള്? ഇനി ഒന്നുമില്ല, 3 മണിക്കൂർ വണ്ടി ഇരുന്ന് ഉല്ലസിച്ച് ചിരിച്ച് അർമാദിച്ച് കാറ്റൊക്കെ കൊണ്ട് എത്തിട്ടോ. ഓ ദേഷ്യം വന്നിട്ട് അവർക്ക് എന്നെ ആരും നടത്തണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. ഓ ഫൈനലി മനസ്സില്ല മനസ്സോട്ട് ഡേയ്സുട്ടി വീട്ടിലെത്തി. ഡേയ്സുട്ടിയുടെ ടോയ് ഇതാ ഇവിടെ ഉണ്ട് ട്ടാ. ഇനി വാവാവു ആണ്. ആ ടോയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ചങ്കടത്തോടെ വാവാവു ആണ്. കുറച്ചു പോരെ? 3 മണിക്കൂറൊക്കെ ജാസ്തി അല്ലേ? കടന്നോ രണ്ടാളും. അതെ, ഇങ്ങനെ കിടന്ന ഞാനിങ്ങനെ കിടക്കാനാ? മടിച്ച് കോത അരി